വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. രാമക്ഷേത്ര നിർമ്മാണ വിവാദവുമായി ബന്ധപ്പെട്ട് വെള്ളി ആഭരണങ്ങൾ മോഷണം പോയി, അവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ അവിടെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മാറുകയാണ്. BJP നേതൃത്വം ഇത് പൂർണ്ണമായും മനസ്സിലാക്കാതെ അവർ കൃത്യമായും തട്ടിപ്പുകാരോടൊപ്പം നിൽക്കുകയാണോ എന്ന ചോദ്യം ക്ഷേത്ര ട്രസ്റ്റിലെ അംഗങ്ങൾ പോലും ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതായത് വർഗീയ ധ്രുവീകരണത്തിലൂടെ വീണ്ടും മൂന്നാം തവണയും അധികാരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന വിഷയങ്ങളിലൊന്നായി ഇപ്പോഴും അവർ പറയുന്നത് അയോധ്യ വിഷയം തന്നെയാണ്. എന്നാൽ ഇനി തിരിച്ചടികളുടെ കാലമാണ് BJPക്കെന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ആസാദ് പാർട്ടിയും ഒരുപോലെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മൂന്നുപേരും സഖ്യത്തിന്റെ ഭാഗമായി ഒരു ഉടമ്പടിയിലേക്ക് നീങ്ങുകയാണ്. അതായത് സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, ചന്ദ്രശേഖർ തുടങ്ങിയവർ പാർട്ടിയിലെ സീറ്റ് വിഭജനത്തിലേക്ക് പോകുമ്പോൾ 20 മുതൽ 30 സീറ്റ് വരെ ചന്ദ്രശേഖർ ആസാദിന് കിട്ടും എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം ലോക്സഭയിൽ നഗീന മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ സാമാജികനാണ്. സമാജ്വാദിക്കാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നുള്ളത്. 37 സീറ്റുകളാണ് അവർ 2024 തൂത്തുവാരിയത്. BJPയെ പിറകിലാക്കിക്കൊണ്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം ഏവരെയും ഞെട്ടിച്ചതാണ്. നരേന്ദ്രമോദിയും ഒരുപക്ഷെ തോറ്റേക്കാമായിരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു 2024 നടന്നത്. അലഹാബാദ് പോലുള്ള മണ്ഡലങ്ങൾ ജവഹർലാൽ നെഹ്റു വിജയിച്ചു വന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ഉരുക്കുകോട്ടയായിരുന്ന മണ്ഡലം. പിന്നീട് കോൺഗ്രസിനെ കടി കാണാൻ പോലും കിട്ടിയിട്ടില്ല. ആ ഒരു നാണക്കേട് വരെ മാറ്റിമറിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അമേഠിയും റായ്ബറേലിയും കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന കാഴ്ച. അതിൽ റായ്ബറേലി അവർക്ക് സ്ഥിരമുള്ള സീറ്റ് തന്നെയെങ്കിൽ അമേഠിയിൽ കിഷോരിലാൽ പിടിച്ചെടുക്കുകയായിരുന്നു. സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്നും 1,75,000 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭയുടെ പാറ്റേൺ ആവർത്തിക്കുകയില്ല. മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലുമൊക്കെ അത്തരത്തിലാണ് കണ്ടത് എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. സമാജ്വാദി പാർട്ടിയുടെ മുൻപിൽ BJPയുടെ ഈ തട്ടിപ്പ് പരിപാടിയൊന്നും നടക്കില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം പ്രവർത്തിക്കുന്ന പോലെയല്ല സമാജ്വാദി പാർട്ടി. ഉത്തർപ്രദേശിലെ സമസ്ത മേഖലകളിലും ബ്രാഞ്ച് മുതൽ എങ്ങനെയാണോ ചിട്ടായി പ്രവർത്തിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ്. ബൂത്ത് ലെവലിൽ വരെ പ്രവർത്തകർ സജ്ജമായി തന്നെയാണ് സമാജ്വാദി പാർട്ടിക്കുള്ളത്. ഇക്കുറി BJPക്ക് വിയർപ്പൊഴുക്കേണ്ടി വരും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പിന്നോട്ടടി അതിൻ്റെ തുടരാവർത്തനം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായേക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വരുൺ ഗാന്ധിയെയും മേനകാ ഗാന്ധിയെയും സമാജ്വാദി പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പണി യോഗിക്ക് പറ്റിയതല്ല എന്ന് ജനങ്ങൾ വിധിയെഴുതുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് UP മാറി ചിന്തിക്കുന്നത്.